ഹലോ ഗേയ്സ്, അങ്ങനെ കണവാത്തോരൻ റെഡിയായിരിക്കുകയാണ്. കണവ ഫ്രൈ 5 മീനാണ്. ഇതങ്ങോട്ട് ചട്ടിയിലിട്ട് കടുവൊക്കെ അങ്ങോട്ട് പൊട്ടിച്ച് 2 വറ്റൽമുളകൊക്കെ ഇട്ട് 1 ഉണ്ടമുളകും ഇത്തിരി കറിവേപ്പിലയും മല്ലിത്തോരനും അങ്ങനെ അങ്ങോട്ട് ചട്ടിയിലിട്ട് അങ്ങോട്ടാണ് ഇളക്കിയാണ്. എന്റെ പെണ്ണ് എന്നിട്ട് മടക്കാപ്പുളക്ക കൊണ്ട് അക്കളക്കി കുളുക്കി എന്നുള്ള സൗണ്ടിൽ കുക്കിങ്ങിൽ എന്റെ പെണ്ണിനെ വേട്ട ആരും ഇതുവരെയും വന്നിട്ടില്ല എന്റെ ഏരിയയിൽ. മറ്റേ ഏരിയയെ പറ്റി എനിക്ക് അറിയത്തില്ല. അത് വേറെ ലെവലാണ്. അടുത്ത നമുക്ക് കറിയിലോട്ട് അങ്ങോട്ട് പോവുകയാണ്. അതൊക്കെ തന്നെയാണ്. നമ്മളങ്ങോട്ട് അടച്ച് വെക്കാൻ പോവുകയാണ്. ഇനി ഒരു 2 മിനിറ്റ് അങ്ങോട്ട് കഴിയുമ്പോ ഈ മണം അതിന് വെള്ളം വരുന്നു. അടുത്താണ്ട കൊയ്യാള മീനും കീരിച്ചാളയും അങ്ങോട്ട് ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. ഇതാണ് ആലങ്കോട് ഫ്രൈ. അവിടെ കറിയപ്പല അങ്ങോട്ട് ഇടാൻ പോവുകയാണ്. ടക്ലി വേണ്ട, നാടൻ കറിയപ്പല, ഞങ്ങൾക്കുള്ള സ്വന്തം കറിയപ്പലയാണ്. അങ്ങനെ താണ്ട കറിയപ്പല അങ്ങോട്ട് പൊട്ടുകയാണ്. കണ്ടാ ടക്കേ 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 പൊട്ടി അങ്ങോട്ട് തെറിക്കുമ്പോ എന്റെ പെണ്ണുമ്പുള്ള ഇപ്പൊ വന്നിട്ട് മീനെടുത്ത് ചട്ടിയിലോട്ടങ്ങ് ഇടും. പൊട്ടൽ കണ്ട ചീറ്റലാണ് ചീറ്റല്. എന്തൊരു പൊട്ടല്. അങ്ങോട്ട് അയൽ മീനും കിരിച്ചാളയും ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. ടക്ലി കണ്ടാ അടുത്ത ടക്ലി. പെട്ടെന്ന് അങ്ങോട്ട് പള്ളിയിൽ പോയിട്ടൊക്കെ വന്നിട്ട് വിഷന്ന് നിൽക്കുകയാണ്. ഇവിടെ ഇന്ന് മീൻ പൊരിക്കാൻ താമസിച്ചു പോയി. ഞാൻ വന്നാലേ എന്റെ പെണ്ണുമ്പളെ മീൻ പൊരിക്കുമെന്ന് പറഞ്ഞുള്ള വാശിയിൽ നിന്നപ്പോൾ എനിക്കും അങ്ങ് വാശിയായി പോയി. 5 മിനിറ്റ് ഞാനും എന്റെ മോനോട് കടയിൽ അങ്ങ് നിന്ന് ലേറ്റായി. ഒരു ചായയും 1 വടയും 1 കുണ്ടൊക്കെ തിന്നിട്ടാണ് ഞങ്ങൾ വന്നത്. അങ്ങോട്ട് മീനങ്ങോട്ട് കണ്ടാ മോരിഞ്ഞ് തള്ളയാണ് അങ്ങോട്ട്. നമ്മളെ കണവാത്തവരെ കണവാൻ റോസ്റ്റാണ് കേട്ടാ, റോസ്റ്റ്. ക്ലീൻ. ഇതും ഒത്തിരി തൈരും ഒത്തിരി മാങ്ങാച്ചാറും ഉണ്ടമുളകും മതി മക്കളെ, മതി. എന്റെ പെണ്ണുമ്പുള്ളിയുടെ കൈപുണ്യമാണ് നമ്മളെ പുണ്യം. മീൻ അങ്ങോട്ട് കണ്ട മോരിഞ്ഞങ്ങോട്ട് തള്ളയാണ്. കണ്ടാ തള്ളി ഇങ്ങനെ വരുന്ന കണ്ടാ മക്കളെ. എന്റെ മോൻ പറയുന്നത് വിശക്കുന്നു എന്ന് പറയാണ്. ഒത്തിരി വെയിറ്റ് ചെയ്യും. ഞാനും പറഞ്ഞു വെയിറ്റ് ചെയ്യാനുള്ള സമയമൊന്നുമില്ല. ഇതൊക്കെ കണ്ട എങ്ങനെ വെയിറ്റ് ചെയ്യും മക്കളെ. സലാം മക്കളെ. കേറി വാ. തള്ളി വരുന്നണ്ടാ, തള്ളി അങ്ങോട്ട് വരും. കണവ അങ്ങോട്ട് പോക്കുകയാണ് അങ്ങോട്ട്. നോക്കട്ടെ. അടുത്തവള് നോക്കുന്നതുമില്ല. കേളച്ച് മാറിയാണ് കേട്ടാ. എന്ത് ചെയ്യാൻ. നാടൻ കടവയാണ്. 5 തെങ്ങ് കടവ. 5 തെങ്ങിന് നമ്മളെ 30 ചേച്ചിയുടെ കടവയാണ്. നമ്മളെ ചേച്ചി ഇവിടെ കൊണ്ടുവന്ന കടവയാണ്. അതേ കണക്ക് ഇത് ഫ്രഷ് മീനാണ് കേട്ടോ. നമ്മൾ ഡെയിലി മീനെ കഴിക്കും. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പൈസ ഉണ്ടായാലും ഇല്ലെങ്കിലും മീനെ കഴിക്കും. അതാ ഇതൊക്കെ കണ്ടിച്ചപ്പോ എന്റെ കുങ്ങിണി മിമ്മിണി വന്ന് നിൽക്കുന്നുണ്ട. അതിന്റെ മണമടിച്ച് വന്ന് നിൽക്കുകയാണ്. ഇമ്മിണിക്ക് വേണോന്നാണ് ഇമ്മിണി പറയുന്നത്. ഇമ്മിണി വെയിറ്റ് ചെയ്യും. വെയിറ്റ് കണവയിലേക്ക് ലാസ്റ്റ് കറിയപ്പലയുടെ ലാസ്റ്റ് ടൈമാണ് കേട്ടോ. ലാസ്റ്റ് കഴുകിയിട്ട് ഞാൻ അടച്ച് വെച്ചേക്കുന്നതാണ്. അതുകൊണ്ട് പറക്കാൻ കറിഞ്ഞാൽ കറിയപ്പല അങ്ങോട്ട് വേണ്ട. എല്ലാം ഓക്കെ. എന്റെ മോള് വന്ന് ബഹളം ഉണ്ടാക്കുന്നത്. മോക്ക് വേണ്ട. ഇതിന്റെ സ്മെല്ല് ആയിട്ട് മോക്ക് ഭയങ്കരമായ വിശപ്പ് തുടങ്ങി. മത്തി തിരിച്ചാളായ ബാക്കി ഫ്രൈഡ് എന്ന സാധനം ഇവിടെ ഇരിക്കുന്നേ ഉള്ളൂ. തിളക്കട്ടെ മക്കളെ, വാർക്കട്ടെ. എന്റെ മോളെ വെയിറ്റ് മക്കളെ, ഇപ്പൊ തരാം. ഉമ്മച്ചി ഇപ്പൊ തരും മോളെ. ഇമ്മിണിക്ക് വിശക്കുന്നെന്നാണ് പറഞ്ഞത്. ഇമ്മിണിയേ. മീൻ താണ്ട അങ്ങോട്ട് മറിച്ചങ്ങോട്ട് തിരുമ്പി ഇളക്കുകയാണ്. എന്താ മുരിങ്ങി നല്ല സംഭവം പൂച്ചേട്ടാ. മൂട്ട് പൂച്ച. എന്റെ ഉമ്മിണി പൂച്ച അതാ ഇപ്പൊ വരും. കണവ റോസ്റ്റ് നമ്മളാണ്ട് ഓഫ് ചെയ്താണ്ട പുകകൾ മറിയുന്നുണ്ട മക്കളെ. മീൻകറിയൊക്കെ റെഡിയാണ്ട. ചീര അങ്ങോട്ട് തോരൻ വെച്ച് പെണ്ണുമ്പോളെ അങ്ങോട്ട് മറിച്ചിരിക്കുകയാണ്. അടുത്ത മീൻകറി കൊടംപുളി തേങ്ങ വാറ്റിച്ച് വെച്ചതുണ്ടാ. മഞ്ഞ കളറും ചുവപ്പ് കളറും തിന്നുമ്പോ തുറക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കാണാം. ബാക്കി പിന്നെ വരാം. നല്ല ചോറ്, മീൻകറി, അച്ചാറ്, കണവ, ചീര,
ചീരിച്ച അയല നല്ല മീൻ കറി. അപ്പോൾ ഇത് തിന്നിട്ട് ബാക്കി വരികയാണ്. ചാനലിൻ്റെ പേരറിയാമല്ലോ, ഇത്തിരി പിണവായി ഇച്ചിരി ചീരി എൻ്റെ അയല അടിപൊളി. ഇങ്ങനെ അവിടെ വെച്ചിട്ട് മക്കളെ മുഖം കാണിക്കത്തില്ല കേട്ടാ. എൻ്റെ പെണ്ണമ്പുള്ള ഒരു ചെറിയ അടിപൊളിയാണ് കേട്ടാ. ഇതിലൊക്കെ ഒരു വീട്ടില കേട്ടാ.